ബെസ്റ്റ് മിൽക്കി മെഷീൻ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാന് തനിയെ ബെസ്റ്റ് മെഷീൻ തനിയായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് റാപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബെസ്റ്റ് മിൽക്കി മെഷീൻ്റെ റാപ്പ് അഴിക്കാം. ഫസ്റ്റ് വാക്വം ടാങ്ക് ലിഡ് ഓപ്പൺ ചെയ്തോളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് അസംബിൾ ചെയ്യുന്ന എല്ലാ പാർട്സും ഉണ്ടാകും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും. അതിൽ എന്തൊക്കെ പാർട്സാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം മിൽക്ക് ക്യാൻ അൺബോക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും. അതിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും. അത് വെച്ച് നിങ്ങൾ അതിലുള്ള പാർട്സൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ. ഇപ്പോൾ മിൽക്ക് ക്യാന് അസംബിൾ ചെയ്യാം. ഫസ്റ്റ് മിൽക്ക് ക്യാൻ ലിഡ് ഫിക്സ് ചെയ്യാം. ഇതിൽ 3 നോബ് ഉണ്ടാകും. അതിൽ ഒരെണ്ണം ചെറുതായിട്ടും ബാക്കി 2 വലുതായിട്ടും ഒരേ സൈസിലുണ്ടാകും. ആ ചെറിയ നോബിൽ നമുക്ക് പൾസെറ്റർ കണക്ട് ചെയ്യാം. ബാക്കിയുള്ള 2 നോബിൽ ഒരു നോബിൽ നമുക്ക് മിൽക്ക് ഹൗസ് കണക്ട് ചെയ്യാം. ഈ NRV വാൾവ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ബ്ലാക്ക് ഹോസ് ഫിക്സ് ചെയ്യൂ. അത് കണക്ട് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ എയർ ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഓൾറെഡി ബ്ലൂ ട്യൂബ് കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. സപ്പോസ് കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ. സോ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഇതുപോലെ ഉണ്ടാകും. അവസാനം മിൽക്ക് ഹൗസ് വന്നിട്ട് അവസാനം ക്ലോക്ക് പീസിൽ മിൽക്ക് ഹോസ് കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാം കണക്ട് ചെയ്തില്ലേ? ഇനി ലിഡിലിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തോളൂ. പൾസെറ്റർ, വേക്വം ഹോസ്, മിൽക്ക് ഹോസ് ഇത് 3ഉം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് സൈലൻസർ. ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പമ്പിൽ തന്നെ ത്രെഡ് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എങ്ങനെയാണോ ബോൾട്ട് നെട്ട് മാറ്റുന്നത് അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് 4-വേ വാള്. ഇത് നമുക്ക് വാക്വം ടാങ്ക് ലിഡിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ 4-വേ വാള് കണക്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ സിംഗിൾ-വേ വാളും കണക്ട് ചെയ്തോളൂ. ഇതും സെയിം ആയിട്ട് ബോൾട്ട് നെറ്റ് മാറ്റുന്ന പോലെ തന്നെ. പമ്പിനൊപ്പം വാക്വം ഹോസ് മെഷീനൊപ്പം കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് സിംഗിൾ വേവിൽ കണക്ട് ചെയ്താൽ മതി. NRVയിൽ കണക്ട് ചെയ്ത ബ്ലാക്ക് കളർ ഹോസ് എടുത്ത് വാക്വം ടാങ്കിലെ 4-വേ വാൾവിൽ കണക്ട് ചെയ്താൽ മതി. വളരെ ഈസിയാണ്. നമ്മളൊരു ചെറിയ ബോക്സിൽ വാക്യൂം കേജ് കൊടുത്തിട്ടുണ്ടാകും. അത് അൺബോക്സ് ചെയ്തിട്ട് 4-വേ വാൾവിൽ ഒരു സൈഡിൽ കണക്ട് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ഇതും ത്രെഡ് ടൈപ്പാണ്. നീറ്റായിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾക്ക് ഓയിൽ കെയിൻ തനിച്ച് കപ്ലിംഗ് തനിച്ച് കൊടുത്തിട്ടുണ്ടാകും. ഓയിൽ കെയിനിൽ ഓയിൽ ഫില്ല് ചെയ്തിട്ട് കപ്ലിംഗ് വെച്ച് ടൈറ്റ് ചെയ്യാം. ഇത് വളരെ ഈസിയാണ്. നമ്മൾ ത്രെഡ് മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് ഓയിൽ കളക്ട് ചെയ്യുന്ന ഹോസ് ഉണ്ടാകും. സൈലൻസറിൽ ഹോൾ ഉണ്ടാകും. അതിൽ ഹോസ് കണക്ട് ചെയ്തിട്ട് ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക. വേസ്റ്റ് ഓയിൽ കണക്ട് ചെയ്യാനുള്ള ടാങ്കും സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. അത് മെഷീനിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് വയർ ടാഗ് വെച്ച് ടൈറ്റ് ചെയ്യുക. ടാങ്ക് എടുത്ത് സ്റ്റാൻഡിൽ വെച്ചോളൂ. അതിനുശേഷം ആ വേസ്റ്റേജ് വരുന്ന ആ ഓസ് എടുത്തിട്ട് ആ ടാങ്കിൻ്റെ ഉള്ളിൽ വെച്ചോളൂ. നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മെഷീൻ എങ്ങനെയാണെന്ന് റൺ ചെയ്യാമെന്ന് നോക്കാം. ഈ മെഷീൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഈ ബട്ടൺ മുകളിലോട്ട് എടുത്തു വിടാം. പ്ലഗ് ചെയ്ത് സ്വിച്ച് ഇട്ടോളൂ. മോട്ടർ കറങ്ങുന്നത് ചെക്ക് ചെയ്തോളൂ. വേക്വം കേജ് വന്നിട്ട് 0-ൽ നിന്ന് 250-ൽ നിന്ന് 300-ലേക്ക് പോകുന്നത് ചെക്ക് ചെയ്തോളൂ. പൾസെറ്റ് വർക്കാവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വർക്കാവുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് പോലെ അതിൽ സൗണ്ട് വരും. ക്ലസ്റ്റർ യൂണിറ്റ് എങ്ങനെയാണ് അകിടിലോട്ട് ഇടുന്നതെന്ന് നോക്കാം. ഈ 3 അമർത്തി പിടിക്കുക, എയർ വെളിയിലോട്ട് പോകാത്തതുപോലെ. ഈ 4ാമത്തെ ലൈനർ പശുവിൻ്റെ അകിടിലോട്ട് ഇടുന്ന പോലെ ഡയറക്ഷനിലോട്ട് വെച്ച് ലോക്ക് ചെയ്യുക.
എല്ലാ ലൈനറും ലോക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വിങ്സിനെ ഉള്ളിലോട്ട് അമർത്തുക. ലോക്ക് ചെയ്ത ലൈനർ ഓരോന്നായിട്ട് അകടിലോട്ട് ഇടുക. വേക്കം ആയതുകൊണ്ട് അത് പിടിച്ചോളും. പാൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ ക്ലാ ബൗളിൽ നോക്കി ചെക്ക് ചെയ്തോളൂ. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാൽ കറന്നതിന് ശേഷം ഈ വിങ്സിനെ താഴോട്ട് തള്ളിയാൽ ഈ 4 ലൈനറും താഴെ വീഴും. എസ്റ്റിമേറ്റിംഗ് മെഷീൻ ഇൻസ്റ്റാളേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. NRV വാൽവ് ഉള്ള പ്ലേസിൽ മാത്രമേ വേക്കം ഹോസ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എവിടെയും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓയിൽ ക്യാൻ ബോട്ടത്തിൽ ഒരു എൽബോ ഉണ്ടാവും വൈറ്റ് കളറിൽ. അതിലൊരു ഹോൾസ് ഉണ്ടാകും. അതുവരയ്ക്കും നിങ്ങൾ ഓയിൽ ഫില്ല് ചെയ്താൽ മതി. ക്യാനിൽ എത്ര വേണമെങ്കിലും ഓയിൽ ഫില്ല് ചെയ്യാം. ഫ്ലോയ്ക്ക് താഴെ റബ്ബർ ഉണ്ടാകും. നിങ്ങൾ മെഷീൻ ഓഫ് ചെയ്യുമ്പോൾ ആ വിങ്സ് താഴോട്ട് അമർത്തി വിടുക, ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ. ഇതാണ് വാക്വം റെഗുലേറ്റർ. ഇതിന് മേലെ ഒരു ലോക്ക് നെറ്റ് ഉണ്ടാകും. അതിൽ ഗ്രിപ്പ് നിങ്ങൾ ടൈറ്റ് ചെയ്ത പ്രഷർ കൂടും, ലൂസ് ചെയ്ത പ്രഷർ കമ്മിയാകും. നിങ്ങൾക്ക് എങ്ങനെ വേണോ സെറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. ഈ മിൽക്കിംഗ് മെഷീനിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് നോക്കാം. ഈ മിൽക്കിംഗ് മെഷീനിലുള്ള പൾസെറ്ററിൽ വെള്ളം തട്ടാതെ നോക്കണം. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എൽബോൻ്റെ മേലെ ഓയിൽ ഒഴിക്കാൻ പാടില്ല. വാക്വം 0 ആവാതെ മെഷീൻ ഓഫ് ചെയ്യരുത്. അതെങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നോക്കിയാൽ അതിലുള്ള റബ്ബർ നിങ്ങൾ പ്രസ് ചെയ്താൽ വേക്കത്തിലുള്ള എയർ എല്ലാം പുറത്തു വരും. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാം.